ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അപ്പൂസിൻ്റെ ലാസ്റ്റ് ഡേ ആണ് എക്സാമിൻ്റെ. അപ്പോൾ രാവിലെ തന്നെ മോൻ വിളക്കൊക്കെ കൊളുത്തി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എക്സാം എഴുതണ എല്ലാ മക്കൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സാധാരണ ദിവസത്തെ അപേക്ഷിച്ചിട്ട് എക്സാമിൻ്റെ ദിവസം അല്പം കൂടുതൽ നേരം അവൻ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പഠിച്ചതെല്ലാം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. പിന്നെ മോൻ ഫസ്റ്റ് ദിവസം തന്നെ എക്സാമിൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലാസ്റ്റ് ഡേ എക്സാമിൻ്റെ അന്ന് അച്ഛനും അമ്മയും കൂടിയും ഒരുമിച്ച് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരണം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ആഗ്രഹം ഇന്ന് സാധിപ്പിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പഠിക്കുന്നതിൻ്റെ ഇടയിലും എന്തായാലും എക്സാം കഴിയണതിൻ്റെ ഒരു ആശ്വാസം, സന്തോഷം അവൻ്റെ മുഖത്ത് കാണാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എക്സാം കഴിയണതിൻ്റെ ഒരു സന്തോഷം അവനുണ്ട് എന്നുണ്ടെങ്കിലും ചെറിയൊരു സങ്കടം കൂടി അവനുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലത്തെ ലാസ്റ്റ് ഡേ ആണ് അവൻ്റെ. ഇനി അടുത്ത വർഷം മുതൽ അവൻ പുതിയ സ്കൂളിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യണതിൻ്റെയൊക്കെ ഒരു സങ്കടമൊക്കെ അവന് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല, ഇപ്പോഴത്തെ സ്കൂളിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്, അതുകൊണ്ടാണ് അവനെ മാറ്റണത്. അപ്പോൾ പുതിയ സ്കൂളായിട്ട് അവൻ പൊരുത്തപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി പുതിയ സ്കൂളുമായിട്ട് പൊരുത്തപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെന്താണ്, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ നാടിൻ്റെ ഭംഗി കുറച്ചൊക്കെ ആയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ നാടിൻ്റെ വളരെ പ്രകൃതി ഭംഗിയുള്ളതാണ്. ഞാൻ എന്നും പറയണ പോലെ തന്നെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഞങ്ങളവിടെ എത്തണ സമയത്ത് ഗഡി ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് അടിപൊളിയായിട്ട് നിൽക്കുമായിരുന്നു. എന്തായാലും അവൻ നല്ല ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് പോരണേൻ്റെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യണതിൻ്റെ ഒരു സങ്കടം മാത്രമേ അവനുള്ളൂ ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.